മാറുന്ന ഫാഷനൊപ്പം മനസ്സ് നിറയുന്ന തിളക്കം. ആഗ്രഹിച്ച അഴകിൽ അണിഞ്ഞൊരുങ്ങാൻ ഇനി PVK ഫാൻസി. ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരം. വിവാഹങ്ങൾക്കും വിശേഷങ്ങൾക്കും അണിയാൻ ട്രെൻഡി ഡിസൈനുകൾ. ഒപ്പം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെ വൻ നിരയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിശ്വസ്തയോടെ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ PVK ഫാൻസി, ആറങ്ങോട്ടുകര. മുണ്ടത്തിക്കോട് കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന സവിശേഷമായ ചടങ്ങുകൾക്കാണ് സമാപനമായത്. ക്ഷേത്രം മേൽശാന്തി സഞ്ജയൻ തിരുമേനി, കക്കാട് യദുകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികത്വം വഹിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷിവര്യന്മാർ തപസ് ചെയ്യുകയും ചികിത്സ നടത്തുകയും ചെയ്തിരുന്ന പുണ്യഭൂമിയാണ് കോടശ്ശേരിമല. നിരവധി അപൂർവ ഔഷധ സസ്യങ്ങളുടെ ശേഖരമുള്ള ഈ മലമുകളിൽ ഭക്തജനങ്ങൾ കാശിതീർത്ഥം എന്ന് വിശ്വസിച്ചു പോരുന്ന ഉറവയ്ക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിനായി കുഴിയെടുത്തപ്പോൾ 2000-ലധികം വർഷം പഴക്കമുള്ള കളിമൺ കൊണ്ടുള്ള കാള, പശു തുടങ്ങിയ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും 100 കണക്കിന് ശില്പങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിരുന്നു. ഋഷിവര്യന്മാരുടെ തപസ്സിൽ പ്രസന്നരായി ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട സ്ഥലമെന്നും വലിയൊരു യാഗഭൂമിയെന്നുമാണ് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. എല്ലാ വർഷവും തുലാമാസത്തിലെയും കർക്കിടകത്തിലെയും വാവു നാളുകളിൽ പിതൃബലി തർപ്പണത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മലമുകളിൽ എത്തിച്ചേരുന്നത്. ഭക്തർക്കായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ബലിതർപ്പണവും നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തുലാമാസത്തിലെ വാവുനാളിലെ ബലിതർപ്പണത്തോടൊപ്പം നടക്കുന്ന കാവടി ആഘോഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഗിരിപ്രദക്ഷിണം, പ്രസാദ ഊട്ട്, ഭക്തജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. കെ അജിത് കുമാർ ചെയർമാനും MN ലതീന്ദ്രൻ സെക്രട്ടറിയുമായ കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ക്ഷേത്രഭരണം നടത്തുന്നത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ മലയുടെ മുകളിൽ ഭീമാകാരമായ ശിവപാർവതി ശിലാബിംബം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ വികസന പദ്ധതികളാണ് ക്ഷേത്ര ഭരണസമിതി ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ട്രസ്റ്റ് പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു.